ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ വനിതയുടെ ഒരു ഷൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, കഴിച്ചിട്ടില്ല. ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേനും അവർ വരും. പുറത്ത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇന്ന് ഭയങ്കര മഴയുള്ള ദിവസമാണോ നോക്കി, ഭയങ്കര മൂടി ആകെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്ന ദിവസമാണ്. ഞാൻ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ, എൻ്റെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് കുറേ ആൾക്കാർ വീഡിയോയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫോട്ടോഷൂട്ടിന് നിൽക്കുമ്പം എൻ്റെ ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഇത് ഞാൻ ഈ അടുത്ത് പാരീസിൽ നിന്ന് മേടിച്ചതാട്ടോ. ഒരു കോട്ടനാണ്, സാധാരണ കോട്ടനാണ്. ഞാൻ എപ്പോഴും എനിക്ക് ഡ്രസ്സ് എടുക്കുമ്പം എന്നെ കഴിഞ്ഞ് ഒരു 2 സൈസ് വലിപ്പം കൂടുതലുള്ളതാണ് ഇടാം. എനിക്കിങ്ങനെ ലൂസ് ഫിറ്റാണ് ഇഷ്ടം, എപ്പോഴും അങ്ങനെയാണ് കൂടുതൽ എടുക്കാറ്. പക്ഷേ നമ്മൾ ഈ ബ്രൊക്കേ ടൈപ്പ് സെറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം ഷേപ്പിനാണ് തയ്പ്പിക്കാറുള്ളത്. ഇതാണ് ഇപ്പം ഞാൻ അവരറിഞ്ഞുകൂടാ അവരേതാണ് പറയുന്നത് എന്നുള്ളത്. ഫോട്ടോഷൂട്ടൊക്കെ വരുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഇത് ആണ് ഒന്ന് എടുത്തേക്കുന്നത്. ഇത് മെറ്റീരിയൽ എടുത്തത് ഞാൻ മില്ലിൽ നിന്നാട്ടോ. ഇത് ശരിക്കും ബ്രൊക്കേഡ് ടൈപ്പ് സെറ്റാട്ടോ. ഇത് അത്യാവശ്യം പ്രൈസ് ഉണ്ട്, ഒരു 50 to 20 അതിൻ്റെ ഇടയിൽ, 1000 ഇടയിൽ ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് സെറ്റാണ്. ഇതിൻ്റെ ഷോള് കാണാനാണ് ഏറ്റവും രസം. ഇത് കണ്ടോ, ഇത് ഞാൻ എന്നിട്ട് പാരീസിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. സെയിം ഓൾമോസ്റ്റ് ആ ഒരു റേറ്റിലൊക്കെ തന്നെ വരുന്ന ഒന്നാണ് ഇത്. ഈ ഗ്രീനും ഇതൊന്നും അയൺ ചെയ്തിട്ടില്ല, ഇത് അയൺ ചെയ്യണം. ഈ ഗ്രീനും ഓൾമോസ്റ്റ് ആ ഒരു കണ്ടോ ഇങ്ങനെ വരുന്നത്. പക്ഷെ നല്ല രസമായിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഷോളും നല്ല രസമാണ് കാണാനായിട്ട്. ഇത് കണ്ടോ ഇങ്ങനെ ഫുള്ള് വരുന്ന. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മില്ലിൽ നിന്ന് കുറച്ച് ക്ലോത്ത്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ ഭാഗ്യത്തിന് തയ്പ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ദേ ഇരിക്കുന്നു കണ്ടോ, ഒന്നും തയ്ക്കാൻ കൊടുത്തിട്ടില്ല. ഇതിൽ ഒരെണ്ണം എനിക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഫ്ലോറൽ ടൈപ്പ്. ഈ മെറ്റീരിയൽ ഇതൊരു ഫ്രോക്ക് ടൈപ്പാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്, കുറച്ച് ലെങ്ത്തിന്. അപ്പോൾ ഇതൊന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് നിങ്ങളെൻ്റെ ഒരു വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പാരീസിൽ നിന്ന് തന്നെ ഇത് ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന എടുത്തിട്ടുള്ള ഒരു ടോപ്പാണ്. ഇനി വിടർത്തി കഴിഞ്ഞ് വേണ്ടാന്ന് വെച്ചാലാണ് പണിയാവുക. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഒരു ടോപ്പ്. അപ്പോൾ ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓടി നടന്ന് ചെയ്യട്ടെ. ഞാൻ ആദ്യം ത്രെഡ് ചെയ്യുക, ഈ വക പരിപാടികളൊക്കെയാണ് എനിക്ക് ആദ്യം വേണ്ടത്. ഞാൻ ഈ വക കാര്യങ്ങൾക്കൊന്നും പാർലറിൽ പോകാറില്ല കേട്ടോ, ഒക്കെ സ്വന്തം തന്നെ ചെയ്യാണ് പരിപാടി. അപ്പം മുടി വാവച്ച് എനിക്ക് സ്ട്രെയിറ്റൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഏത് വെച്ചിട്ടാണ് ചേച്ചി ഇത് ചെയ്യുന്നത്, ഹെയറൊക്കെ എടുക്കുന്നത് എന്നുള്ളത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇതാണ് അതിൻ്റെ ഇത് വരുന്നത്, പെയിൻലെസ്. ഇത് നമുക്ക് ചാർജ് ചെയ്യാം, എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് വേഗം ചെയ്യട്ടെ, റെഡി ആയിട്ട് കാണാവേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വേവിക്കാനെല്ലാം വെച്ച് ഒക്കെ റെഡിയാക്കി പുറത്തെടുത്ത് ആറാനൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്ത് വയ്ക്കാനും ഒക്കെ അപ്പുറത്തോട്ട് പോയത്. തിരിച്ച് വന്ന് വേഗം ഇഡ്ഡലിയെല്ലാം കാസ്ട്രോളിൻ്റെ അകത്തോട്ട് ആക്കി. മുട്ടയും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുട്ടയും സാമ്പാറും ഇഡ്ഡലിയും ആയിരുന്നു ഇന്ന്. പ്രൊഫഷണൽ ഹെയർ ഡ്രസ്സർ ഓൺ ഡ്യൂട്ടി. അതെ, ചെയ്ത് തീർന്നോ? ഇനി നമ്മുടെ ഇവിടുത്തെ മുടി ഇവിടെ ചെയ്യണം, മുമ്പിലത്തെ. ഓക്കേ, ലുക്സ് ഗുഡ്. ഉണ്ടോ? താങ്ക് യു. കറണ്ട് എൻ്റെ ഹെയർ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ, കുറച്ച് ലെങ്ത് കൂടുതലായിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം, പോയിട്ട് ഇങ്ങനെയാക്കി. ഡ്രസ്സിനനുസരിച്ച് എങ്ങനെ സെറ്റ് ചെയ്യണം. ബാക്കി മേക്കപ്പ് ചെയ്യട്ടെ. ഞാൻ ഈ ഡ്രസ്സാണ് കേട്ടോ ആദ്യം ഇട്ടത്. ഈ പിങ്ക് ഷെയ്ഡിലുള്ള
ചുരിദാറാട്ടോ ആദ്യം ഇട്ടത്. അതിന് മാച്ച് ചെയ്യാനായിട്ട് ഈ പേളിൻ്റെ ഇങ്ങനത്തെ മാലയും ബ്രേസ്ലെറ്റ്സും പിന്നെ ഇതുപോലെ കമ്മലും വരുന്നൊരു സെറ്റാട്ടോ ഞാൻ ആദ്യം പെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് മലബാർ ഗോൾഡിൽ നിന്നാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് നാൾ മുമ്പ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് മൂന്ന് സെക്ഷനിൽ നിന്നാണ് ഞാൻ എടുത്തത്. അത് എങ്ങനെയോ എനിക്കത് മാച്ചായിട്ട് കിട്ടിയതാണ്. നല്ല ഭംഗിയത്. പല പല ഡ്രസ്സുകളുടെ കൂടെയും നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ചേർന്ന് പോകുന്ന ടൈപ്പ് ഒരു ഓർണമെൻറ്റ്സ് ആട്ടോ. അടുത്ത കോസ്റ്റ്യൂമായിരുന്നു എൻ്റെ ഇത്. ഇതിന് ഞാനിങ്ങനെ കുറച്ച് ഹാങ്ങിങ് ഉള്ള ഒരു കമ്മലിടാം എന്നാട്ടോ വിചാരിച്ചത്. കുറച്ച് മാല അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മലിടാം എന്നാണ് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ അത് സെറ്റ് ചെയ്തു. മുടിയൊക്കെ ഒന്ന് പോണിറ്റെയിലൊക്കെ ഒന്ന് കെട്ടി അങ്ങനെയാണ് ഇരുന്നത്. എൻ്റെ മിക്ക ഫോട്ടോസിലും എല്ലാം ഇങ്ങനത്തെ ഒരു സ്റ്റൈലൊക്കെ തന്നെയായിരിക്കും കേട്ടോ എപ്പോഴും ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് പറയുക, ഇതിനു വേണ്ടി പ്രത്യേകം ഇങ്ങനെ ഒരുങ്ങുന്ന പരിപാടികളൊന്നും അധികം ഇല്ല കേട്ടോ. അവർ ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് കണ്ടോ. ഇപ്പോൾ ഷാജാൻ്റെ ഓഫീസിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒറ്റയ്ക്കുള്ള ഫോട്ടോകളാട്ടോ ഇതെടുക്കുന്നുണ്ടായിരുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ 2-3 എണ്ണമൊക്കെ 2-3 സ്ഥലത്ത് വെച്ച് എടുത്തതിന് ശേഷം അവരിതുപോലെ ഇൻഡിവിജ്വലി ഫോട്ടോസാണ് പിന്നെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. മോൻ്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ തീർന്നു. അവിടെ അവർ ഷാജാൻ്റെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് എന്നാണ് വരുന്നതെന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. മിക്കതും ചിലപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഞാൻ അതായത് പയ്യെ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടാത്ത ഡ്രസ്സുകളെല്ലാം അടുക്കി മറക്കി ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. റൂം ഏകദേശം നല്ലോണം വൃത്തികേടാവും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ. ഈ കുറേ ഡ്രസ്സ് ചേഞ്ച് ഷാജന് ഒത്തിരി ഉണ്ട് ഡ്രസ്സ് ചേഞ്ച്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും റൂം ഞാനൊരു സൈഡിൽ നിന്ന് ഒതുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇപ്പം കോട്ടൺ ഫാബ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു കട്ട്ലേറ്റിൻ്റെ പ്രോൺസ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയിലാണെന്ന് തോന്നുന്നുണ്ട്. ഒരു ചിക്കൻ കറിയുടെ ഒരു പർപ്പിൾ ഷെയ്ഡ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെ നിന്നാണ് എന്നൊക്കെ അന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ കോട്ടൺ ഫാബ് എന്താണ്, അത് എവിടെയാണെന്ന്. ഇപ്പോൾ നമ്മുടെ ഇവിടെ കലൂര് വരുന്ന ഒരു എക്സിബിഷനാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരൊക്കെയാണ് കേട്ടോ കൂടുതലും വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുഞ്ഞുസ് പോകുന്നോ അങ്ങോട്ട്? അപ്പോൾ ഇന്ന് അവർ ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇവരുടെ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇതെല്ലാം അടുക്കി വെക്കട്ടെ. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നുണ്ടല്ലോ വെറും 2 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ സ്റ്റേഡിയത്തിലോട്ട് എത്താനായിട്ട്. പെട്ടെന്ന് എത്തുവേ. പിന്നെ ഞാൻ അന്നത്തെ ദിവസം ഞാൻ കാർ എടുത്തില്ല. കാരണം മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഞാൻ നന്നായിട്ട് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അപ്പം മോള് പോകുമ്പോഴേ തന്നെ പറഞ്ഞു അമ്മ ചെളി പ്രശ്നമാകും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. പിന്നെ വണ്ടി ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ 2 മിനിറ്റ് അല്ലേ വേണ്ടൂ. വീട്ടിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയും കൊണ്ട് വരാനോ അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ കാർ എടുക്കാതെ കേട്ടോ ഞാൻ പോയത്. ചെന്നിട്ട് സ്ഥിരം കയറുന്ന കുറച്ച് സ്റ്റോളുകളുണ്ട്. അതിലാണ് ഞാൻ ആദ്യം കയറിയത്. അപ്പം എനിക്കിപ്പം ചെന്ന് എല്ലാ വർഷവും പരിചയമുള്ള കാരണം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഏത് സ്റ്റോളിലൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൽ മാത്രമാണ് കയറിയത് കേട്ടോ. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ചെരുപ്പിൻ്റെ ഈ സ്റ്റോളിൽ പോയി. കോലാപ്പുരി ചെരുപ്പുകളൊക്കെ കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ചെരുപ്പ് മേടിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇഷ്ടപ്പെടുന്ന ചെരുപ്പുകളൊന്നും എനിക്ക് പാകമാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ വണ്ണം വെച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും ഞാൻ കാലിന് കംഫർട്ടബിൾ അല്ലാത്ത കാരണം കൊണ്ട് ഒരെണ്ണം പോലും ഞാൻ മേടിച്ചില്ല കേട്ടോ. കാരണം നമ്മൾക്ക് ചെരുപ്പ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരുപാട് നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കാലൊക്കെ പെട്ടെന്ന് വേദന എടുക്കാൻ തുടങ്ങും, പൊട്ടും. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെരുപ്പ് നന്നായിട്ട് നോക്കിയിട്ട് മേടിക്കുന്ന ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ ഒരു സ്റ്റോളിലോട്ടാണ് പോയത്. നമുക്ക് നല്ല കോട്ടൺ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ ഇവിടെയുള്ളത് മുഴുവനും. ഞാൻ ഏകദേശം ഷോപ്പിലൊക്കെ പോയി പർച്ചേസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അവിടുത്തെ റേറ്റും ഇവിടുത്തെ റേറ്റും ഒക്കെ കമ്പയർ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ സെയിം ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചിട്ട് പോയി. പിന്നെ ഞാൻ പോയത് ഈ ജ്വല്ലറി ഒക്കെ സെയിൽ ചെയ്യുന്ന ആ ഒരു ഭാഗത്തോട്ടാട്ടോ. മെയിനായിട്ട് പോകാനായിട്ട് അവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് കോളേജിലായതുകൊണ്ട് അവൾക്ക് ഈ മൂക്കുത്തിയൊക്കെ ഇട്ട് പോകാനായിട്ട് ഇഷ്ടമാണ്.
അപ്പം സെപ്റ്റം നോക്കണമായിരുന്നു, കുഞ്ഞു കുഞ്ഞു മൂക്കുത്തികൾ നോക്കണമായിരുന്നു. മോള് മൂക്കൊന്നും കുത്തിയിട്ടില്ല കേട്ടോ. ഞാനാണ് മൂക്കുത്തി ഇങ്ങനെ മാറ്റി മാറ്റി ഇടുന്ന ഒരാളെ. അപ്പം അവൾക്കും ഇങ്ങനെ സെപ്റ്റമൊക്കെ കുത്തണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അവൾ അത് കോളേജിലേക്ക് വെച്ചിട്ട് പോകാറുമുണ്ട്. ചെറിയ ചെറിയ നല്ല കളക്ഷൻസ് ഉള്ള മൂക്കുത്തികളൊക്കെ കിട്ടും കേട്ടോ ഇവിടെ നിന്ന്. നമുക്കത് ഈ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഇതിലൊക്കെയാണ് കേട്ടോ നമുക്കത് കിട്ടുന്നത്. പിന്നെ ഇത് കണ്ടോ, ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന മാതിരിയുള്ള ഒരു ഷേപ്പിലുള്ളതും ഉണ്ടായിരുന്നു. അത് ഒരുപാട് വലിപ്പമുള്ളതൊന്നുമില്ല, ഇങ്ങനെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ളതൊക്കെ. ഇപ്പം ഞാൻ എടുത്ത് കാണിച്ച റിങ്ങില്ലേ, അതൊക്കെ ഓൾറെഡി മൂക്ക് കുത്തിയ ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാനും ചുമ്മാ ഇപ്പുറത്തെ മൂക്കിലൊക്കെ വെച്ച് അവൾക്കൊന്ന് കാണിച്ചു കൊടുത്തേ. പക്ഷേ എനിക്ക് ഈ 2 സൈഡിലും മൂക്ക് കുത്തി കഴിഞ്ഞാൽ ഒട്ടും ചേരൂല. മൂക്കുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പിന്നെ ഞാൻ അവിടെ മാലയും കമ്മലും കൂടി ഒരുമിച്ച് സെറ്റ് പോലെയുള്ളതുണ്ടായിരുന്നു. ഈ സ്റ്റോൺസ് ഒക്കെയാണ് കേട്ടോ അതുമ്മ വെച്ചിട്ടുള്ളത്. സാധനം നല്ല വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട്. ഒരു 2500 എബോവ് ആണ് ഇതെല്ലാം അവർ സെറ്റ് പറയുന്നുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെയൊക്കെ കമ്മലുകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കമ്മൽ തന്നെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, കമ്മൽ മാത്രമായിട്ട് അങ്ങനെ തരൂല എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതെല്ലാം ഓക്സിഡൈസ്ഡ് കമ്മലുകളാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ഈ ഇങ്ങനെയുള്ള കമ്മലുകൾക്കൊക്കെ. നമ്മുടെ കയ്യിലിരുന്ന് ഇങ്ങനെ കളറ് പോയാലും നല്ല രസമാണ് അത്. നമുക്ക് ഈ വൈറ്റ് കുർത്തകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട് നല്ല ഭംഗിയാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെയൊക്കെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ചുണ്ട്. ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം ഇവർ വരുമ്പം 1-2 കമ്മലൊക്കെ ആയിട്ട് മേടിച്ചിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. കുറേ നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അവർ പറയുക തുടച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി, ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് പറയും. നമുക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കുർത്തികൾക്കൊപ്പം മാത്രമല്ല, നമുക്ക് മോഡേൺ ഡ്രസ്സിൻ്റെ ഒപ്പം ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരുപാട് ഇയറിങ്സുകളും ഈ പ്രാവശ്യത്തെ കളക്ഷനിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. കുറേ നേരം അതിൻ്റെ അകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി ഒരു 2-3 എണ്ണമൊക്കെ എടുത്തു കേട്ടോ. എൻ്റെ കയ്യിലുള്ള പോലത്തെയൊക്കെ തന്നെ ഒരു പൂ പോലത്തെയൊക്കെ ഒരു കണ്ടോ, ഇതുപോലത്തെയൊക്കെ ഒരു കമ്മലാണ് ഞാൻ എടുത്തത്. എൻ്റെ മുഖം കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ടുണ്ടല്ലോ, കുറച്ച് വലിപ്പത്തിലുള്ള കമ്മലിട്ട് കഴിഞ്ഞാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഞാൻ പിന്നെ മോൾക്ക് കോളേജിലേക്കും കൂടി ഇട്ടിട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മലുകളൊക്കെയാണ് സെലക്ട് ചെയ്തത്. ആ റൗണ്ട് ഷേപ്പിലുള്ളതുണ്ടല്ലോ, റിങ് പോലത്തെ, അതൊക്കെ മോളാണ് സെലക്ട് ചെയ്തത്, അവൾക്ക് വേണമെന്നും പറഞ്ഞിട്ട്. ഇത് കാണുമ്പം വലിയ കുഞ്ഞു കമ്മൽ പോലെ തോന്നിയാലും അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ ഈ കാത് തൂങ്ങിപ്പോകാനും സാധ്യതയുണ്ട് ഈ വെയിറ്റുള്ള കമ്മലുകൾ ഇടുമ്പോൾ. അതുകൊണ്ട് എപ്പോഴും സ്റ്റഡ് ഉള്ളത് നോക്കിയിട്ടാട്ടോ ഞാൻ മേടിക്കാറ്. പിന്നെ സാധാരണ കുർത്തികളുടെയും മെറ്റീരിയലുകളുടെയും ഒക്കെ ഒരുപാട് സ്റ്റോളുകളുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ട് ഇവിടെ നിന്നൊക്കെ മെറ്റീരിയലും കുർത്തിയും ഒക്കെ മേടിച്ചിട്ട് പോയിരുന്നതാണ്. ഈ 2.5 മീറ്റർ തുണിയിൽ എനിക്ക് അങ്ങനെ വലിയ നല്ല ഭംഗിയിൽ കുർത്തിയൊന്നും തയ്ക്കാൻ പറ്റാറില്ല കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ലെങ്ത്തിൽ തയ്ക്കുന്നതാണ് എപ്പോഴും എനിക്ക് തയ്ച്ചിട്ട് ഇടുമ്പോഴും കാണാനായിട്ട് ഭംഗി. അതുകൊണ്ട് ഇവർ ഈ ക്ലോത്ത് ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് മെറ്റീരിയലുകളൊന്നും ഞാൻ പർച്ചേസ് ചെയ്യാൻ നിന്നില്ല. സ്ഥിരം ഞാൻ മേടിക്കുന്ന സ്ഥലമാണ് ഈ ചിക്കൻ കാരിയുടെ ഒരു സ്റ്റോളുള്ളത്. അവിടെ പോയിട്ട് ഞാൻ നോക്കി, ആ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് വരുന്ന ചിക്കൻ കാരി അത് മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ നല്ല തിരക്കായിരുന്നു ഈ സ്റ്റോളിൽ കേട്ടോ. കുറേ നേരം നിന്ന് നമ്മുടെ സൈസിനനുസരിച്ച് നോക്കി എടുത്ത് ഒക്കെ വന്നപ്പം കുറച്ച് സമയം എടുത്തു കേട്ടോ. നമുക്കിതിൻ്റെ സൈസ് വ്യത്യാസമാണ്. ഞാനിത് നല്ല വലുപ്പത്തിനുള്ള സൈസിനെടുത്തിട്ടാണ് എൻ്റെ അളവിന് കിട്ടിയത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ കുർത്തിയൊക്കെ എടുക്കുമ്പം കുറച്ച് ലൂസായിട്ട് ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ പിങ്ക് കളർ ഞാൻ മോൾക്ക് മേടിച്ചതാട്ടോ. ഈ ബ്ലാക്ക് കളറ് ഞാൻ എനിക്ക് വേണ്ടി എടുത്തതാണ്. നമുക്ക് ഭയങ്കര കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫുൾ കോട്ടൺ ആണ്. ഇതിൻ്റെ അകത്ത് മിക്സോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലോത്തിൽ. ഈ സെയിം കുർത്തി ഉണ്ടല്ലോ, ഇത് തന്നെ മോൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചില കുർത്തിയും സാധനങ്ങളൊക്കെ നമുക്ക് വാഷ് ചെയ്ത് കഴിയുമ്പം അത് ലാസ്റ്റ് ചെയ്യുമെന്ന് തോന്നിയാൽ നമ്മൾ പിന്നെയും അത് തന്നെ മേടിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രഷാണ് മേടിച്ചത്. ഇതെനിക്ക് ബോട്ടിൽ കഴുകാനും പിന്നെ ഞാൻ വേറെ ക്ലീനിങ് പർപ്പസിനൊക്കെ എടുക്കുന്നതാണ്. അത് എന്തിനാണെന്ന് ഞാൻ എൻ്റെ ബാക്കിയുള്ള ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് മേടിച്ചത് എൻ്റെ നിന്ന് കേടായി പോയപ്പം ഇപ്രാവശ്യം ഞാൻ 2 എണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ചെന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ. സെറാമിക് പോട്ടുകളുടെയൊക്കെ ഒരു സെക്ഷനിലേക്കാണ് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്പൂണുകളൊക്കെ ഉണ്ടായിരുന്നേ ഈ പ്രാവശ്യം, ഒത്തിരി ഉണ്ടായിരുന്നു കളക്ഷൻസ്. പിന്നെ വ്യത്യസ്തമായിട്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം കുറച്ചും കൂടിയും ഡെക്കോർ ഐറ്റം വെക്കാൻ, നമുക്ക് ഡെക്കറേഷന് വേണ്ടി നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് സെറാമിക്കിൻ്റെ സാധനങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് ഞാൻ കണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ്, ഉണ്ടായിരുന്നില്ല. കാരണം ഒരു പംകിൻ്റെ ഷേപ്പിലും ഒക്കെയുള്ള ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോണ്ടോ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള പോട്ടുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. നമുക്ക് ഫ്ലവർ വേസ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, ഓയിൽ ഒഴിച്ച് വയ്ക്കാൻ പറ്റുന്ന ക്യാനുകൾ പോലത്തെ ഇതുകൾ, പ്ലേറ്റ്, പിന്നെ ഡിപ്പിട്ട് വെക്കാൻ പറ്റുന്നത്, പിന്നെ എന്താണ് പറയുക, അങ്ങനെ പിൻട്രസ്റ്റ് വൈബിലുള്ള കപ്പ് സാധനങ്ങൾ കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കാണുന്ന ടൈപ്പൊക്കെയാണ്. പിന്നെ ഇത് കണ്ടോ, ഒരു മരത്തിൻ്റെ ചെറിയ ചെറിയ ബോക്സിൽ നമുക്ക് ഇയറിങ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ടേബിളിൻ്റെ പുറത്തൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതൊരു ബെല്ലാണ്, ബെൽ ടൈപ്പ് ബെല്ലും ഉണ്ടായിരുന്നു. ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് കണ്ടത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ സമയത്ത് എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും അപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ പുറത്ത് ക്രോഷിയോയുടെ കുറച്ച് ഹാങ്ങിങ്സ് ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെ അത് ചെയ്തിട്ടിരുന്ന വീട്ടിൽ ഭംഗി ഉണ്ടാവുമായിരുന്നല്ലോ എന്ന് തോന്നി കേട്ടോ. കുഴപ്പമൊന്നുമില്ല, 2 മിനിറ്റ് അല്ലേ ഉള്ളൂ, ഇനിയും പോയി മേടിക്കാം, സമയമുണ്ട്. ഇവരെനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ ആ ഒരു ടൈം വരെയൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ഒരു 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. നല്ല എന്താണ് പറയുക, മഴക്കാറുള്ള കാരണം കൊണ്ട് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. നല്ല ടയേർഡായിപ്പോയി. അത്രയും സമയം എടുത്തുള്ളൂ എന്ന് പറഞ്ഞാലും കേട്ടോ. ഒരു ഗോലി സോഡയൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വണ്ടി എത്താറായി എന്ന് വിളിച്ച് പറഞ്ഞ് ഞങ്ങളെ. ഇറങ്ങുന്ന ആ വഴിയിൽ നമുക്കിതുപോലെ നിറയെ പൂക്കളൊക്കെയുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു സെക്ഷൻ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ ഒരു ദിവസം ഉണ്ടായ ഒരു കാര്യങ്ങൾ ഒന്നിങ്ങനെ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം.